ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, ഏവർക്കും കൈസരിയ ഫിഖ്ഹ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങൾ അവിടുത്തെ അനുചരന്മാരായ സ്വഹാബ കിറാമിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ മുന്നോട്ട് കൊണ്ടുപോയത് സ്വഹാബ കിറാമായിരുന്നു. സ്വഹാബത്തിൻ്റെ കാലശേഷം താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഈ ദീനിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ മുആദ് തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൊരു രീതിശാസ്ത്രമാണ് ഇജ്തിഹാദ് ചെയ്യുക എന്നുള്ളത്, ഗവേഷണം ചെയ്യുക എന്നുള്ളത്. ഈ ഇജ്തിഹാദ് സ്വഹാബ കിറാമും അതേപോലെ തന്നെ താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഇജ്തിഹാദിലൂടെ ഒരുപാട് ഹുക്കുമുകൾ കണ്ടെത്തിയിരുന്നു. ഈ ഇജ്തിഹാദിന്റെ തൽഫലമായിട്ട് തന്നെ ഒരുപാട് മുജ്തഹിദീങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് മദ്ഹബുകൾ രൂപപ്പെട്ടു വരികയും ചെയ്തു. എന്നിരുന്നാലും ക്രോഡീകരിക്കപ്പെട്ടതായ മദ്ഹബുകൾ 4 മാത്രമാണ്. ലോക മുസ്ലിമീങ്ങൾ ഇന്ന് അംഗീകരിച്ചു പോരുന്ന, പിന്തുടർന്നു പോരുന്നതായ 4 മദ്ഹബുകൾ ഇത് മാത്രമാണ്. ആ 4 മദ്ഹബുകൾ: 1 ഹനഫി, 2 മാലിക്കി, 3 ഷാഫിഈ, 4 ഹംബലി. ഈ 4 മദ്ഹബുകൾക്കിടയിലും കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. നമുക്കിന്നിവിടെ ചർച്ച ചെയ്യാനുള്ള വിഷയം സകാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ബുഖാരി ഇമാം ഉദ്ധരിക്കുന്നതായ ഒരു ഹദീസിൽ കാണാം, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമത്തിസ് സ്വലാഹ് വ ഈതാഇസ് സകാത്ത് വ സിയാമി റമളാന വ ഹജ്ജിൽ ബൈത്ത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ 5 കാര്യങ്ങളുടെ മേലാണ് എടുക്കപ്പെട്ടിട്ടുള്ളത്. 1, അള്ളാഹുവിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കലാണ്. 2ാമത്തെ കാര്യം നിസ്കാരം നിർവഹിക്കലാണ്. 3ാമത്തെ കാര്യമായി എണ്ണിയത് സകാത്ത് കൊടുത്തുവിടലാണ്. 4ാമത്തെ കാര്യം റമളാൻ മാസത്തിലെ നോമ്പും. 5ാമത്തെ കാര്യം കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യുക എന്നുള്ളതുമാണ്. എന്നിരുന്നാലും ഇന്നിവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് ഷാഫിഈ പണ്ഡിതനായ ജവാദ് ഉസ്താദും അതേപോലെ തന്നെ ഹനഫി പണ്ഡിതനായ അമീൻ ഉസ്താദും മാലിക്കി പണ്ഡിതനായ ബാസിത്ത് ഉസ്താദും ഹംബലി പണ്ഡിതനായ സഅദ് ഉസ്താദുമാണ്. ഏവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം സകാത്തുമായി ബന്ധപ്പെട്ടതായ ചില പ്രധാനപ്പെട്ട മസ്അലകളെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ആഭരണങ്ങളിലൊക്കെ സകാത്തുള്ളതായിട്ട് നമുക്കറിയാം. എന്നാൽ ഈ ആഭരണത്തിൽ എങ്ങനെയാണ് സകാത്ത് കൊടുക്കേണ്ടത്? എങ്ങനെയാണ് ഷാഫി മദ്ഹബിൽ ഇത് പറയുന്നത്? അസ്സലാമു അലൈക്കും. നമ്മുടെ മദ്ഹബിന്റെ വീക്ഷണമനുസരിച്ച് ഹലാലായ ധരിക്കുന്ന ആഭരണത്തിൽ സകാത്ത് നിർബന്ധമില്ല. ഇനി ധരിക്കുന്ന ആഭരണം ഇസ്റാഫ് രൂപത്തിൽ 200 മിസ്കാല് എത്തിച്ചിട്ടുണ്ടെങ്കിൽ സകാത്ത് നിർബന്ധമാകുന്നതാണ്. അപ്പോൾ മനസ്സിലായി, ധരിക്കുന്ന ആഭരണത്തിൽ സകാത്ത് ഇല്ല എന്നുള്ളതാണ് ഷാഫിഈ മദ്ഹബിന്റെ വീക്ഷണം. എന്നാൽ ഹനഫി മദ്ഹബിന്റെ വീക്ഷണം എന്താണ്? ഹനഫി മദ്ഹബില് ആഭരണങ്ങളിൽ സകാത്ത് നിർബന്ധമാണ്. അത് പുരുഷനുക്കുള്ളതാകട്ടെ സ്ത്രീക്കുള്ളതാകട്ടെ സകാത്ത് നിർബന്ധം തന്നെയാണ്. മാത്രമല്ല, സ്വർണത്തിൻ്റെ ബിസ്ക്കറ്റ്, അതുപോലെ പാത്രങ്ങളിൽ എന്തിലാണെങ്കിലും സകാത്ത് നിർബന്ധം തന്നെയാണ് എന്നാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം. ഈ വിഷയത്തിൽ മാലിക്കി മദ്ഹബ് എന്താണ് പറയുന്നത്? ഇതിൽ മാലിക്കി മദ്ഹബ് പറയുന്നത് ഹലാലായ ആഭരണങ്ങൾ, അതായത് പുരുഷന് വെച്ച് പിടിപ്പിക്കപ്പെട്ട മൂക്ക്, അതുപോലെ തന്നെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന വാളിൻ്റെ ഉറ, ഇവകളിലൊന്നും സകാത്ത് നിർബന്ധമില്ല. 3 ഘട്ടങ്ങളിലൊഴികെ, 3 അവസ്ഥകളിലൊഴികെ. അതിലൊന്ന് പറഞ്ഞാൽ, ഒരു ആഭരണം പൊട്ടി, ആ പൊട്ടിയത് വലിയ തോതിലാണ് പൊട്ടിയത്. അതുമാത്രമല്ല, അതിനെ ശരിയാക്കണമെങ്കിൽ തുടക്കം മുതൽക്ക് തന്നെ ഒരു പുനർനിർമ്മിക്കേണ്ട രൂപത്തിൽ അതിനെ ശരിയാക്കിയെടുക്കണം. അതായത് ചുരുക്കം പറഞ്ഞാൽ, അതിനെ ശരിയാക്കുന്നതിലും നല്ലത് അതുപോലത്തതൊന്ന് വാങ്ങുക എന്നുള്ളതാണ്.
അങ്ങനെ ഒരു ആഭരണം പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ സക്കാത്ത് നിർബന്ധമാകും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരവസ്ഥ, അതായത് ഒരാഭരണം പൊട്ടി വലിയ തോതിൽ, സാധാരണ ഒരു മീഡിയം നോർമലായ രൂപത്തിലാണ് പൊട്ടിയത്, എങ്കിലും അതിൻ്റെ ഉടമസ്ഥൻ അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല, എന്നാൽ അവിടെയും സക്കാത്ത് നിർബന്ധമാകും. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആഭരണം ഉപയോഗിക്കുന്നത് ധരിക്കാൻ വേണ്ടിയല്ല, മറ്റ് ആവശ്യങ്ങൾക്കാണ്. ഇപ്പോൾ വായ്പ കൊടുക്കാൻ അങ്ങനത്തേനൊക്കെ അവിടെ ആകുമ്പോൾ അവിടെയും സക്കാത്ത് നിർബന്ധമാകും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹംബലി മദ്ഹബ് അനുസരിച്ച് എന്താണ് വീക്ഷണം? നമ്മുടെ മദ്ഹബിൽ ആ ആഭരണം ഹലാലാകട്ടെ അല്ലെങ്കിൽ ഹറാമാകട്ടെ, അവിടെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. എന്നാൽ അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് വായ്പ നടത്താൻ വേണ്ടിയാണെങ്കിൽ അവിടെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല എന്നാണ് നമ്മുടെ മദ്ഹബ് പറയുന്നത്. തികച്ചും വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളാണ് ഈ നാല് മദ്ഹബിന്റെ ഇടയിലും ഈ വിഷയത്തിലുള്ളത്. എന്നാൽ കൃഷി, ഖനി, നിധി ഇതുപോലത്തെ വിഷയങ്ങളിൽ നിസാബ് എത്തണമെന്നില്ല എന്നുള്ളതാണ് പറയാറുള്ളത്. എങ്കിൽ ഇവയല്ലാത്ത മറ്റു വസ്തുക്കളിൽ എങ്ങനെയാണ് നിസാബ് എത്തേണ്ടത്? ഷാഫി വീക്ഷണം എന്താണ് ഇതിൽ? സക്കാത്ത് നിർബന്ധമാവണമെങ്കിൽ വർഷം തഹദീദ് എന്ന നിലക്ക് തന്നെ പൂർത്തിയാവണം. ഉദാഹരണത്തിന് ഇപ്പോൾ 2024 സെപ്റ്റംബർ 9 10 മണിക്ക് എനിക്ക് നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം 2025 സെപ്റ്റംബർ 9 10 മണിയാവുമ്പോൾ ആ നിസാബ് അതേപോലെ തന്നെ ബാക്കിയുണ്ടെങ്കിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. ഇനി 2025 സെപ്റ്റംബർ 9 10 മണിയാകുന്നതിന് 1 സെക്കൻഡ് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് നിസാബ് നീങ്ങിയിട്ടുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാകുന്നില്ല. കാരണം അവിടെ തഹദീദ് എന്ന നിലക്ക് വർഷം പൂർത്തിയാകുന്നില്ല. അതായത് തക്രീബല്ല, ഏകദേശ കണക്കല്ല, ആ തഹദീദ് കണക്കനുസരിച്ച് തന്നെ നിസാബ് എത്തണമെന്നാണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണം. എന്നാൽ ഈ വിഷയത്തിലുള്ള ഹനഫി മദ്ഹബിന്റെ വീക്ഷണം എന്താണ്? ഹനഫി മദ്ഹബില് വർഷത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും നിസാബ് ഉണ്ടാകണം എന്നാണ്. അപ്പോൾ ഇടയിലുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ ഒരാൾക്ക് ഒരു 40 ആട് വർഷത്തിന്റെ തുടക്കത്തിലുണ്ട്, ഇടയിൽ 2 ചത്തുപോയി, വർഷം പൂർത്തിയാകുന്നതിനിടയിൽ 2 ചത്തുപോയി, വർഷം പൂർത്തിയാകുമ്പോൾ വീണ്ടും 40 എന്നാൽ അവൻക്ക് സക്കാത്ത് നിർബന്ധമാണ് എന്നാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം. അതായത് തുടക്കത്തിലും അവസാനത്തിലും ആ നിസാബ് പൂർണ്ണമായും ഉണ്ടാവണം, ഇടയിൽ ഉണ്ടാവണമെന്നില്ല എന്നാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം. അപ്പോൾ ഈ വിഷയത്തിൽ മാലിക്കി മദ്ഹബ് എന്താണ് പറയുന്നത്? നമ്മൾ ഈ വിഷയത്തിൽ തീർത്തും ഹനഫി മദ്ഹബിനോട് യോജിച്ചൊരു നിലപാട് തന്നെയാണ് കൈക്കൊണ്ടത്. അതായത് വർഷത്തിൻ്റെ ആദ്യത്തിലും വർഷാവസാനത്തിലും നിസാബ് ഉണ്ടായിരിക്കുക. അതിനിടയിൽ എന്തെങ്കിലും പോയിട്ടുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, വർഷം തുടങ്ങുമ്പോഴും വർഷം അവസാനിക്കുമ്പോഴും നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ സക്കാത്ത് നിർബന്ധമാകും. ഷാഫി മദ്ഹബിലെ തഹദീദ് എന്ന നിലക്ക് ആ സ്ഥാനം പിറ്റേത്തെ വർഷം ആകുമ്പോഴേക്കും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാകും എന്നൊരു നിലപാടല്ല നാം കൈക്കൊണ്ടത്. തക്രീബൻ നൽകി മതിയാകുമെന്നാണ് അല്ലേ? അപ്പോൾ ഈ വിഷയത്തിൽ മാലിക്കി മദ്ഹബും ഹനഫി മദ്ഹബും ഏകദേശം ഒരുപോലെ തന്നെയാണുള്ളത്. അപ്പോൾ ഹംബലി മദ്ഹബ് എന്താണ് പറയുന്നത്? നമ്മുടെ മദ്ഹബിൽ തീർത്തും ഷാഫിഈ മദ്ഹബിനോട് എതിരായ ഒരു അഭിപ്രായമാണ്. അതായത് തഖരീബ് എന്ന നിലക്കിൽ പൂർത്തിയായാൽ മതി, ഒരു വർഷം തഹ്ദീദ് എന്ന നിലക്ക് പൂർത്തിയാകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഉദാഹരണം എടുത്തു നോക്കുകയാണെങ്കിൽ 2024 സെപ്റ്റംബർ 10 12 മണിക്ക് ഒരാൾക്ക് ഒരു സ്വർണം കിട്ടി. എന്നാൽ അടുത്ത വർഷം 2025 സെപ്റ്റംബർ 10 അല്ലെങ്കിൽ 12 മണിയോ ആവേണ്ട ആവശ്യമില്ല. ഏകദേശം തഖരീബ് എന്ന നിലക്ക് പൂർത്തിയായാൽ മതിയാണ് എന്ന് നമ്മുടെ മദ്ഹബ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ തികച്ചും ഷാഫി മദ്ഹബിനെതിരാണ് ഹംബലി മദ്ഹബ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 1 സെക്കൻഡ് മുമ്പ് നശിച്ചു പോയാലും സക്കാത്ത് നിർബന്ധമാവൂല എന്നാണ് ഹംബലി മദ്ഹബ് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഒരാളുടെ കയ്യിൽ സക്കാത്ത് കൊടുക്കാനുള്ള നിസാബൊക്കെ എത്തിയിട്ടുണ്ട്, പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഇതിനേക്കാൾ എത്രയോ ഒരുപാട് കടം കൊടുക്കാനുണ്ട്. എന്നാൽ അദ്ദേഹം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണോ അല്ലയോ? എന്താണ് ഷാഫി മദ്ഹബ് പറയുന്നത്? ഒരാൾ നിസാബ് എത്തിച്ചിട്ടുണ്ടെങ്കിലും അയാൾക്ക് കടവുമുണ്ട്, എന്നാൽ കടമുണ്ടെങ്കിലും അയാൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്.
ഇനി ആ കടം അവൻ്റെ നിസാബിനെ മൊത്തം മൂടുന്നതാണെങ്കിലും ശരി, അതായത് അവൻ്റെ നിസാബ് മൊത്തം വിറ്റാൽ മാത്രമേ അവൻക്ക് കടം വീട്ടാൻ പറ്റുകയുള്ളൂ, എങ്കിലും അവൻക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഹനഫി മദ്ഹബിന്റെ വീക്ഷണം എന്താണ്? ഇസ്ലാമിൽ കടം 3 വിധമാണല്ലോ. ഒന്ന് മനുഷ്യർക്കിടയിലുള്ള കടം, മറ്റൊന്ന് അള്ളാഹുമായുള്ള കടം, കഫാറത്ത്, ഫിദ്യ പോലത്തെ. മൂന്നാമത്തേത് അള്ളാഹുവുമായി മാത്രമുള്ള കടം, നേർച്ച പോലത്തത്. അപ്പോൾ ആദ്യത്തെ 2 അത് മനുഷ്യർക്കിടയിലുള്ളതാണ്. അപ്പോൾ ഇതിന് കടം വീട്ടിയാൽ ഇവന്റെ നിസാബിൽ നിന്ന് കുറയുന്നുണ്ടെങ്കിൽ അവൻക്ക് സക്കാത്ത് നിർബന്ധമില്ല എന്നാണ് നമ്മുടെ മദ്ഹബ് പറയുന്നത്. ഈ വിഷയത്തിലുള്ള മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായം എന്താ? ഈ വിഷയത്തിൽ നമ്മൾ ഷാഫിഈ മദ്ഹബിനോട് തീർത്തും വ്യതിരിക്തമായൊരു നിലപാടാണ് കൈക്കൊണ്ടത്. അതായത് ഒരാൾ കടം വീട്ടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ നിസാബ് തികയുകയില്ല, എന്നാൽ അവനിക്ക് സക്കാത്ത് നിർബന്ധമില്ല എന്നുള്ളതാണ് നമ്മൾ കൈക്കൊണ്ടത്. എന്നാൽ ഈ വിഷയത്തിലുള്ള ഹംബലി മദ്ഹബിന്റെ നിലപാട്? ഈ ഒരു വിഷയത്തിൽ പറയുകയാണെങ്കിൽ തീർത്തും മാലിക്കി മദ്ഹബിനോട് യോജിച്ച ഒരു ആശയമാണ് നമ്മുടെ മദ്ഹബിൽ. അതായത് ഒരാൾക്ക് കടം കൊടുത്താൽ അദ്ദേഹത്തിന് നിസാബ് തികയൂല, എന്നാൽ അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല. ഇത് പ്രത്യേകിച്ചും സ്വർണത്തിലും വെള്ളിയിലും പ്രത്യേകമായതാണ്. മറ്റു വിഷയത്തിൽ നോക്കുകയാണെങ്കിലും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല എന്നാണ് നമ്മുടെ മദ്ഹബ് പറയുന്നത്. അതായത് കടം കൊടുക്കാനുണ്ടെങ്കിൽ അവനിക്ക് അത് നിസാബെത്തുന്നുണ്ട് എങ്കിലും അവനിക്ക് വേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഒരാൾക്ക് ഒരു വ്യക്തി ഒരാൾക്ക് മഹർ ഒരാൾ വാഗ്ദാനം ചെയ്തു, പക്ഷേ അദ്ദേഹത്തിനേക്ക് ആ മഹർ ആ വ്യക്തി നൽകിയിട്ടില്ല. എന്നാൽ ഈ മഹറിൽ അവനിക്ക് സക്കാത്ത് നിർബന്ധമുണ്ടോ ഇല്ലയോ? എന്താണ് ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം? മഹറിന്റെ സക്കാത്ത് കടം പോലെ തന്നെയാണ്. ഒരാൾക്ക് മഹർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എന്നിട്ട് 1 വർഷം കഴിഞ്ഞു, പക്ഷെ അവൻക്ക് മഹർ കിട്ടിയിട്ടില്ല എങ്കിലും ആ മഹറിന് അവൻ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഹനഫി മദ്ഹബ് എന്താണ് പറയുന്നത്? നമ്മുടെ മദ്ഹബിൽ ഒരാൾ പരിപൂർണ മാലിക്കാവണമെങ്കിൽ, ഉടമസ്ഥനാകണമെങ്കിൽ ആ വസ്തു അവൻ്റെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ അവൻ്റെ കയ്യിലില്ലെങ്കിൽ അവൻ മാലിക്കല്ല, പരിപൂർണ മാലിക്കല്ല എന്നാണ്. ഇപ്പോൾ ഇവിടെ അവൻ്റെ കയ്യിൽ ആ മഹർ എത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ മഹർ ഇല്ലാത്തതുകൊണ്ട് അവൻക്ക് സക്കാത്ത് നിർബന്ധമില്ല എന്നാണ് ഹനഫി മദ്ഹബ് പറയുന്നത്. അതായത് അവനിക്ക് അവിടെ മിൽക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവനിക്ക് സക്കാത്ത് നിർബന്ധമില്ല എന്നാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം. എന്നാൽ ഈ വിഷയത്തിലുള്ള മാലിക്കി മദ്ഹബിന്റെ നിലപാട് എന്താണ്? മാലിക്കി മദ്ഹബിൽ ഈ മഹർ ഭർത്താവിൻ്റെ കയ്യിലാണ് ഉള്ളതെങ്കിൽ അവിടെ അവനിക്ക് സക്കാത്ത് നിർബന്ധമില്ല. ഇനിയിപ്പോൾ അത് ഭാര്യയുടെ കയ്യിലേക്ക് എത്തുകയും പിന്നെ വർഷം തികയുകയും ചെയ്താൽ അവിടെ സക്കാത്ത് നിർബന്ധമാവും. ഭർത്താവിന്റെ കയ്യിലുണ്ടെങ്കിലും അതിൽ സക്കാത്ത് നിർബന്ധമാണെന്നാ? നിർബന്ധമാണ്. ഈ വിഷയത്തിലുള്ള ഹംബലി മദ്ഹബിന്റെ നിലപാട് എന്താണ്? നമ്മുടെ മദ്ഹബിൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർത്തും നേരത്തെ പറഞ്ഞ ആ കടത്തിൽ പറഞ്ഞ അതേ ഹുക്കുമ തന്നെയാണ് മഹറിനുള്ളത്. അതായത് ഒരാൾക്ക് നേരത്തെ പറഞ്ഞ കടം ഒരാൾക്ക് കൊടുക്കാനുണ്ട്, അദ്ദേഹത്തിന് ഹിസാബ് അത് കൊടുത്താൽ തികയൂല എന്നുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല. അതേ ഒരു മസ്അല തന്നെയാണ് നമ്മുടെ മദ്ഹബിലും പറയുന്നത്. എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും ഈ ഒരു സക്കാത്തിന്റെ വിഷയത്തിൽ തന്നെ ഓരോരോ മസ്അലയുടെ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായ വീക്ഷണങ്ങളാണ് ഓരോരോ മദ്ഹബിനും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. എങ്കിലും ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ, ഇമാമുമാരുടെ അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് ഈ ഉമ്മത്തിനക്ക് റഹ്മത്താണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.